ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ രാഹുലിൻ്റെ അടുത്ത് അളിയാന്ന് വിളിച്ച് ചെല്ലുകയാണ്. കേൾക്കുന്ന രാഹുലിന് കലി പൂണ്ട് നിൽക്കുവാണ്. എന്നിട്ട് അളിയനല്ലടാ നീ അസുരനാന്നൊക്കെ പറഞ്ഞ് പരസ്പരം രണ്ടുപേരും വഴക്കടിച്ചുകൊണ്ട് നിൽക്കാൻ നേരത്ത് മനോഹർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റി ശാരിക്ക്, പുള്ളിക്കാരി സത്യമൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ മനോഹറിനെ പറ്റി തന്നെയുള്ള സത്യം അറിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ പറയാം, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നീയായിട്ട് പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം മനോഹർ പറയാം, ഞാനൊന്നും പറയത്തില്ല, ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാവത്തില്ല, എനിക്ക് തരാനുള്ളത് തന്ന് എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കാൻ പറയുമ്പം രാഹുൽ പറയുന്നുണ്ട്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മനോഹർ പറയുന്നത്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് കിട്ടാനുള്ള കാശ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ച് ഞാൻ പോയിക്കോളാം. എന്നിട്ട് പറയുന്നുണ്ട്, എങ്കിൽ പോലും കിരൺ കല്യാണി മരിച്ചെങ്കിലും ഞാൻ പോയെങ്കിൽ പോലും നിങ്ങളുടെ മകളെ സ്വീകരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ശാരി അമ്പലത്തിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറയുകയാണ്. എന്നിട്ട് ആ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, പുള്ളിക്കാരുടെ ഫ്രണ്ടിൻ്റെ മുടിനാരിഴ എന്ന് പറഞ്ഞാണ് കൊണ്ട് കൊടുത്തിരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ഫ്രണ്ടിൻ്റെ മോള് തന്നെ അല്ലേന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഞെട്ടുകയാണ്. പുള്ളിക്കാരി ആകെ തളർന്നു പോകുന്നുണ്ട്. പുള്ളിക്കാരി വണ്ടിയിലോട്ടൊക്കെ ഒരുമാതിരി ബോധമില്ലാത്ത പോലെ വേയിച്ച് പരവേശപ്പെട്ടൊക്കെയാണ് ചെന്ന് കയറുന്നത്. പോകുന്ന വഴിക്ക് താരേനെ കാണുന്നുണ്ട്. പുള്ളിക്കാരി താരേനെ കുത്തിന് പിടിക്കുകയാണ്. പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് താരയുടെ കുത്തിന് പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ താരയുടെ മുടിയുടെ സാമ്പിൾ കിട്ടണം, അതും രാഹുലിൻ്റെയും കൂടെ കമ്പയർ ചെയ്തിട്ട് സരയു ഇവരുടെ മകളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് ശാരി സ്വയം പറയുന്നുണ്ട്, എങ്കിൽ ചതിച്ച് ആരാന്ന് എനിക്ക് ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി തിരിച്ച് വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നിറങ്ങുന്ന പുള്ളിക്കാരി ആ സിറ്റ് ഔട്ടിൽ തന്നെ തളർന്നങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ സരയു ഓടിച്ചാടി ഇറങ്ങി വരുന്നുണ്ട്. അമ്മയെന്നൊക്കെ വിളിക്കുമ്പോൾ പുള്ളിക്കാരി ആകെ ഹെൽപ്ലെസ് ആയിട്ട് ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അല്ല മോളെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്, എല്ലാം നമുക്കെതിരായെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്കെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയോട് സരയുവിനോട് ഒരു സത്യവും പറയാതെ ശാരി അവിടെ നിന്ന് പയ്യെ ഒഴിഞ്ഞു മാറുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് സരയു പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ പോലെ ആൻറ്റി ചന്ദ്രശേഖരനെ കൊല്ലുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞ് ഇത് കേട്ട് ശാരി നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.